നമസ്കാരം. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോഴും ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും ആയുധ സംഭരണം തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഗാസയുടെ മുകളിൽ ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ ഇവിടുത്തെ ഓരോ ചലനങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ലഭിച്ച ഒരു ദൃശ്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുന്നത്. വടക്കൻ ഗാസയിലെ ജബേലിയയിൽ അവിടെ ഒരു ആശുപത്രിയിൽ നിന്ന് വലിയ തോതിൽ എന്തോ ഒരു ആംബുലൻസിലേക്ക് കയറ്റുന്നത് ഈ ഡ്രോണുകൾ കാണിക്കുന്നുണ്ട്. പിന്നീട് ആ ദൃശ്യങ്ങൾ സൂം ചെയ്ത് കാണിക്കുമ്പോൾ വലിയ തോതിലുള്ള ആയുധ ശേഖരമാണ് അവർ ആംബുലൻസിലേക്ക് കയറ്റുന്നത്. തോക്കുകളും ബോംബും ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ വെടിക്കോപ്പുകൾ അവർ ഈ ആംബുലൻസിലേക്ക് നിറയ്ക്കുകയാണ്. തുടർന്ന് ഈ ആംബുലൻസ് ആശുപത്രി വിട്ടു പോകുന്നു. ഡ്രോണുകൾ ഈ ആംബുലൻസിനെ പിന്തുടരുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഈ ആംബുലൻസ് നേരെ പോകുന്നത് അവിടെയുള്ള ഒരു സ്കൂളിലേക്കാണ്. ഈ സ്കൂളിലെത്തി ഈ ആയുധങ്ങളെല്ലാം തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിയ ആംബുലൻസിൽ നിന്ന് എല്ലാവിധ ആയുധങ്ങളും കൈവശമുള്ള ഈ ഹമാസ് ഭീകരന്മാർ ആയുധങ്ങൾ പുറത്തെടുത്ത് സ്കൂളിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഏതോ രഹസ്യ അറയ്ക്കുള്ളിൽ ഇവർ ഒളിച്ചു വയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു പുതിയ സംഭവമല്ല. ഗാസ മേഖലയിലെ 85% ആശുപത്രികളും ആയുധപ്പുരകളാക്കി ഹമാസ് മാറ്റിയിരുന്നു എന്നാണ് ഇസ്രായേൽ ഇപ്പോഴും ആരോപിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ തെളിവുകളും അവരുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെയാണ് സ്കൂളുകളും ആശുപത്രികളും തന്നെയാണ് ഇസ്രായേലിനെതിരെ പൊരുതാൻ തീവ്രവാദികൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി ഹമാസ് ഭീകര സംഘടന ആദ്യമേ ഏറ്റെടുത്തിട്ടുള്ളത്. പല ആശുപത്രികളുടെയും സ്കൂളുകളുടെയും എല്ലാം ഉള്ളിൽ വലിയ ഭൂഗർഭ അറകളുണ്ട്. ഇവിടെയാണ് ഈ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നതും ഇവരുടെ സമ്പത്തും ആയുധങ്ങളും എല്ലാം ഒളിച്ചു വച്ചിരിക്കുന്നത്. ഏതായാലും ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ എത്തുകയാണ്. ഇസ്രായേൽ പറയുന്നത് പരമാവധി ഞങ്ങൾ സമാധാനം പാലിക്കുകയും ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഒത്തുതീർപ്പ് ചർച്ചകളുമായി മുന്നോട്ട് പോയി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെ തികച്ചും സമാധാനപരമായ ഒരു ജീവിതം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉറപ്പു നൽകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹമാസ് തീവ്രവാദികൾ ഇത്തരത്തിൽ ആശുപത്രികളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് ആംബുലൻസുകളിൽ ആയുധക്കടത്ത് നടത്തുന്നത്. നേരത്തെ ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ പൗരന്മാർ പലരും പറയുന്നത് തങ്ങളെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് പലപ്പോഴും മാറ്റിയിട്ടുള്ളത് ആംബുലൻസുകളിലാണ് എന്നാണ്. ഈ ആംബുലൻസുകളാകുമ്പോൾ വഴിയിൽ ആരും തടയുകയോ പരിശോധിക്കുകയോ തന്നെ ചെയ്യുകയില്ല എന്നുള്ളത് കൊണ്ട് തീവ്രവാദികൾ അത് വളരെ ഫലപ്രദമായി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഫലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ UNRWA എന്ന ഏജൻസിയിലെ ജീവനക്കാർ ഭൂരിഭാഗം പേരും ഹമാസ് തീവ്രവാദികളാണ് എന്നാണ് ഇപ്പോഴും പുറത്തു വരുന്ന വിവരം. ഗാസയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങി എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കുമൊക്കെ തന്നെ ആവശ്യമായ വസ്തുക്കൾ എത്തിക്കുന്നത് ഈ സംഘടന വഴിയാണ്. പക്ഷേ ഇതെല്ലാം തന്നെ പോകുന്നത് തീവ്രവാദികളുടെ കൈകളിലേക്കാണ് എന്ന് നേരത്തെയും സൂചനയുണ്ടായിരുന്നു. ഈ സംഘടന ഒരുപാട് ആംബുലൻസുകളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഗാസയിൽ എത്തിച്ചിരുന്നു. ഒരുപക്ഷെ ഇത്തരം ആംബുലൻസുകളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ തന്നെയാണ് ഹമാസ് തീവ്രവാദികൾ ആയുധം കടത്താൻ ഉപയോഗിച്ചിരുന്നത് എന്ന് നേരത്തെ പലവട്ടം ഇസ്രായേൽ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ ഐക്യരാഷ്ട്ര സഭയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം മുതൽ തന്നെ അവർ ഇസ്രായേലിന് വിരുദ്ധമായൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഒരിക്കൽ ഐക്യരാഷ്ട്ര സഭയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തെത്തി ആഞ്ഞടിച്ചിരുന്നു. അന്ന് നെതന്യാഹു പറഞ്ഞത് നിങ്ങൾ ഹമാസിൻ്റെ ഒപ്പമാണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങൾ നൽകുന്ന ഒരു നിർദ്ദേശം ഞങ്ങൾ അനുസരിക്കുകയില്ല എന്ന് അന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാനും അമേരിക്കയുമായ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യങ്ങൾ ഒത്തുവരുന്നു. അതുപോലെ ഇസ്രായേൽ വീണ്ടും ഗാസയിൽ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഈ സന്ദർഭം നോക്കി പരമാവധി ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് വീണ്ടും ഒരു ആക്രമണത്തിന് ഹമാസ് തയ്യാറാവുകയാണോ എന്ന് സ്വാഭാവികമായും പലരും സംശയിക്കുന്നുണ്ട്. ലെബനനിൽ അവിടുത്തെ ഹിസ്ബുള്ള തീവ്രവാദികളെ വലിയ തോതിൽ അമർച്ച ചെയ്തിട്ട് ഇപ്പോഴും അവർ പ്രവർത്തിക്കുന്നത് ഇറാൻ നൽകുന്ന സഹായം കൊണ്ടാണ്. ഹമാസിനും വലിയ തോതിൽ ഇറാൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ വീണ്ടും പഴയതുപോലെ തീവ്രവാദ സംഘടനകളെ സഹായിക്കാൻ തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇത്രയധികം ആയുധങ്ങൾ ഇവർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ട സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേലും അമേരിക്കയും വലിയ താമസമില്ലാതെ ഇറാനെ ആക്രമിക്കുന്നൊരവസ്ഥ അവർ തന്നെ സൃഷ്ടിക്കും. കാരണം ഇത്രയധികം ആയുധങ്ങൾ ഹമാസ് തീവ്രവാദികളുടെ കൈകളിലെത്തുന്നത് ഇറാൻ വഴി തന്നെയാണ്. അത് ആശുപത്രികളിലും സ്കൂളുകളിലും എല്ലാം ശേഖരിച്ച് വെച്ച് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആക്രമണത്തിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിലവിൽ ഒരു മിന്നലാക്രമണം വീണ്ടും ഒക്ടോബർ 7 അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒന്നുകൂടെ നടത്തുക തുടങ്ങിയ പദ്ധതികളാണ് ഇവർ ആസൂത്രണം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഹമാസിൻ്റെ പല ഭൂഗർഭ ആയുധ കേന്ദ്രങ്ങളും അവരുടെ താവളങ്ങളുമൊക്കെ തന്നെ ഇസ്രായേൽ തകർത്ത് കളയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ തിരിച്ചടിക്കണം എന്ന ആ ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഹമാസ് തീവ്രവാദി സംഘം ഇത്തരത്തിൽ ആയുധക്കടത്ത് നടത്തുന്നത് എന്ന് വേണം കരുതാൻ.